അപൂർവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിച്ചു പോരുന്ന ഒരു ക്രിയാപദ്ധതിയും കൂടിയാണ്. അതാണ് അതിന് ഇത്രത്തോളം വിശേഷത ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. ജീവിച്ചിരിക്കെ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ നാടിനും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരേ സമയം 5 ഇടങ്ങളിൽ പൂജ നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഉള്ളിടത്ത് കുടുംബസമേതം ദേവതയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും ദേവിമാരുടെയും സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരുമിച്ചുള്ളൊരു പൂജ നമ്മൾ കൊണ്ടുവരാൻ കാരണം. എന്തുകൊണ്ടാണ് ഈ സുബ്രഹ്മണ്യ പൂജയെ ഈ ക്രിയാപദ്ധതിയുടെ ഭാഗമായി ചേർക്കാൻ തീരുമാനിച്ചത്? സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ് പദ്ധതി എടുക്കുന്നതിന് പകരം നമുക്ക് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പൂജകളും അതിലേക്ക് വരും, എല്ലാ അധിദേവതകളും വരും. അപ്പോൾ ഒരു ദേശത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് ധനം മാത്രം പോരാ, എനിക്കിത് മാത്രം പോരാ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന് എന്തൊക്കെ വേണം അത് മുഴുവൻ ഒറ്റ പൂജയിലേക്ക് ഇത് ചേർക്കാം. ഇടങ്ങളിൽ നടക്കുന്ന പൂജകളിൽ നിന്ന് ഇവിടെ നടക്കുന്ന സുബ്രഹ്മണ്യ പൂജയ്ക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നൊരു വിധിയോട് കൂടിയിട്ടുള്ള ക്രിയയാണെന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാണ്, ശരിക്കും ബ്രഹ്മാണ്ഡ രൂപമാണ് ശിവപാർവതി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ മഹാഗണപതി. വിദ്യയ്ക്കുള്ള ഏറ്റവും ദേവതയായിട്ടാണ് നമ്മൾ ബാലപരമേശ്വരിയെ കാണുന്നത്. ഒരു കയ്യിൽ പുസ്തകവും അക്ഷമാലയും. വിദ്യയാണല്ലോ എല്ലാവർക്കും വേണ്ടത്, അറിവല്ലേ എല്ലാം വേണ്ടത്, അറിവുണ്ടേ എല്ലാം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് യാഗശാലയിൽ ഇന്ന് സുബ്രഹ്മണ്യ പൂജയാണ് നടന്നത്. സുബ്രഹ്മണ്യ പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ച ആചാര്യനായ ഉമേഷ് ശിവയും സംഘവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. നമസ്തേ. നമസ്കാരം. എന്താണ് ഇന്ന് സുബ്രഹ്മണ്യ പൂജയാണ് നടന്നത്? ഇന്നത്തെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ ഷഷ്ടി ദിവസമാണ്, ഷഷ്ടി വ്രതവും ഇന്നാണ്, ഉത്രട്ടാതി നക്ഷത്രവും ഉണ്ട്. അപ്പോൾ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അന്ന് സുബ്രഹ്മണ്യ പൂജ നടക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷഷ്ടി ദിനമായതുകൊണ്ട് തന്നെ ഭഗവാന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. നമ്മൾ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഗണപതി ഹവനാനന്തരം ത്രികാലമായിട്ട് ഭഗവാനെ ത്രികാലമായിട്ടാണ് പൂജിക്കുന്നത്. 3 ഭാവത്തിലാണ് പൂജിക്കുന്നത്. ബാലസുബ്രഹ്മണ്യനായിട്ടും ദണ്ഡായുധപാണിയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയായിട്ടും. അപ്പോൾ രാവിലെ വിശേഷ അഭിഷേകങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഷഷ്ടി ദിവസമായതുകൊണ്ട് തന്നെ പല ദ്രവ്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണെന്ന് നമുക്കിന്ന് ഷഷ്ടി അഭിഷേകം നടന്നിരിക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ എടുത്ത ബാല സുബ്രഹ്മണ്യ സ്വരൂപമായിട്ടാണ് നമ്മുടെ ഉള്ളിലോട്ട് ഭഗവാനെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാല സുബ്രഹ്മണ്യ സ്വരൂപത്തിലേക്ക് എടുക്കുമ്പോൾ സ്വയം ഭക്തരുടെ പ്രാണനായിരുന്നു കൊണ്ട് നമ്മളെ നയിക്കുന്നവനാണ്. അപ്പോൾ എല്ലാ ഭക്തരുടെയും ഉള്ളിൽ അവനവൻ്റെ പ്രാണനായിരുന്നു കൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും നയിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉച്ചയോടടുക്ക് വരുമ്പോൾ ദണ്ഡായുധപാണിയായിട്ട് ആ ദേവനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്വരൂപത്തെ ഉള്ളിലോട്ട് എടുക്കുകയാണ്. അതാണ് 2ാമത്തെ കാലം എന്ന് പറയുന്നത്. ആ സമയത്ത് ദണ്ഡായുധപാണി എന്ന് പറയുന്ന ആ സ്വരൂപത്തെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ദമനം ചെയ്യുന്നവനും നമുക്ക് ശാന്തിയെ പ്രദാനം ചെയ്യുന്നവനും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെയും ശമിപ്പിച്ച് സുഷ്ടുവായ ഒരവസ്ഥയെ കൊണ്ടുവരുന്നതും ഭഗവാനാണെന്നുള്ളതാണ്. ഈ 3 ഭാവത്തിലും ഭഗവാനെ പൂജിച്ച് നമ്മൾ ഈ ദേശത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തർക്ക് വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഭഗവാനിൽ നിന്ന് ഈ ത്രികാലമായിട്ട് പൂജിക്കുമ്പോൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബസമേതമാണ് നമ്മൾ ഇവിടെ ഭഗവാനെ പൂജിച്ചപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ശിവഭഗവാനാണ് പ്രധാനമായിട്ട്, ഒന്ന് ഈ ത്രിമൂർത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ ശിവഭഗവാന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് സംഹാരകാരകനാണ്, അതുപോലെ തന്നെ അവിടെ സൃഷ്ടിയുമുണ്ട് എന്നുള്ളതാണ്. 2ാമത്തത് അവിടെ പാർവതി ദേവിയാണ്. 3ാമത്തത് ബാല രൂപത്തിലുള്ള ഭഗവതി, ശുദ്ധജ്ഞാനത്തിൻ്റെ അങ്ങേറ്റമാണ് ഭഗവതി എന്ന് പറയുന്നത്. അതിനപ്പുറം നമ്മൾ ശാരദാഭാവത്തിലേക്കാണ് ഭഗവതിനെ എടുത്തിരിക്കുന്നത്. അത് ശാസ്ത്രജ്ഞാനത്തിൻ്റെ അധിപതിയാണെന്നുള്ളതാണ്. ഇങ്ങനെ ഈ വിധത്തിൽ കുടുംബസമേതമാണ് നമ്മൾ ഈ ഷഷ്ടി ദിനത്തിൽ സുബ്രഹ്മണ്യം തുടങ്ങിയിട്ട് ഉള്ള പൂജ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ദേവതകളും ഈ ദേശത്തിനും ഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ധനധാന്യ സമ്പൽ സമൃദ്ധികളൊക്കെ എല്ലാവർക്കും കനിഞ്ഞ് നൽകുന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം 5 ഇടങ്ങളിൽ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ 5 ഇടങ്ങളിൽ ഒരേ സമയം പൂജ നടക്കാനുള്ള?
അഞ്ചിടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ദേവത വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. രണ്ടാമത് വരുന്നത് ശിവഭഗവാനാണ് തൊട്ടുപ്പുറം തന്നെ. അപ്പോൾ ശിവഭഗവാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കുടുംബസമേതമാണല്ലോ. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമി ഉള്ളിടത്ത് കുടുംബസമേതം ദേവതയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും ദേവിമാരുടെയും സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരുമിച്ചുള്ളൊരു പൂജ നമ്മൾ കൊണ്ടുവരാൻ കാരണം. ബാലാനന്ദ സ്വാമികൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സുബ്രഹ്മണ്യ പൂജയെ ഈ ക്രിയാപദ്ധതിയുടെ ഭാഗമായി ചേർക്കാൻ തീരുമാനിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ദേവയാനം എന്ന് പറയുന്നത് നമ്മളെ ഒരു കർമ്മങ്ങളെ ഉറപ്പിക്കുന്നതാണ്. ഇന്നലത്തെ നമ്മൾ കണ്ടിരുന്നു ദേവതകളെ, കേരളത്തിൻ്റെ അതിദേവതകളെ പൂജിക്കുന്നതാണ്. ഇന്ന് മുതലാണ് വിശേഷമായിട്ട് നമ്മൾ പ്രത്യേക ദേവതകൾ എടുക്കുന്നത്. അത് ആദ്യം വേണ്ടത് ബുദ്ധിയും മേധയും ഉൾപ്പെടെയുള്ളതാണ്. എന്നാൽ മാത്രമേ യുക്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ അതിനാദ്യം വേണ്ടതും സുബ്രഹ്മണ്യൻ തന്നെയാണ്. ജ്ഞാനപ്പഴം എന്നാണ് ദേവനെ പറയുക. അപ്പോൾ ഒരു പൂജ വേണമെങ്കിൽ നമുക്ക് സുബ്രഹ്മണ്യൻ മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വിശേഷമായിട്ട് എന്ത് പറഞ്ഞു വെച്ചാൽ എല്ലാ ദേവതകളും ഉള്ളതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഭഗവതി ഉണ്ട്. ഇത് തട്ടകം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതിയുടെ തട്ടകമാണ്. അപ്പോൾ ഞാൻ ഉമേഷ് അടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ് പദ്ധതി എടുക്കുന്നതിന് പകരം നമുക്ക് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പൂജകളും അതിലേക്ക് വരും, എല്ലാ അതിദേവതകളും വരും. അപ്പോൾ ഒരു ദേശത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് ധനം മാത്രം പോരാ, എനിക്കിത് മാത്രം പോരാ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന് എന്തൊക്കെ വേണം അത് മുഴുവൻ ഒറ്റ പൂജയിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ദിവസത്തേക്കായി നമുക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും. അപ്പോൾ ഈ 10-12 ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക്, ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ ദേവതകളെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിശേഷ വിധാനമാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇത് ചോദിപ്പിച്ചത്. മറ്റിടങ്ങളിൽ നടക്കുന്ന പൂജകളിൽ നിന്ന് ഇവിടെ നടക്കുന്ന സുബ്രഹ്മണ്യ പൂജയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു വിധാനമല്ല ഇന്നിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നൊരു വിധിയോട് കൂടിയിട്ടുള്ള ക്രിയയാണെന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപൂർവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിച്ചു പോരുന്ന ഒരു ക്രിയാപദ്ധതിയും കൂടിയാണ്. അതാണ് അതിന് ഇത്രത്തോളം വിശേഷത ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാലസ്വരൂപത്തിലേക്ക് ഭഗവതിനെ എടുത്ത് വിശേഷ രൂപത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഗുരുനാഥനും കൂടി ആയിട്ടുള്ള ഗുരുനാഥൻ എന്ന് തന്നെ പറയാം പൂജിച്ചിരിക്കുന്നത്. അത് 3 ഭാവത്തിലാണ്. അതും ഉപാസകനാണ്. വർഷങ്ങളോളം അത്രമായിട്ട് തപസ് ചെയ്തുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ മാഷിന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞതും അതുപോലെ ബാലന അത്രത്തോളം പൂജിക്കാമെന്ന് പറഞ്ഞതിലും വളരെയധികം ഒരു സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം ആ ദേവതയായിട്ട് മാഷ് അത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേവതാ സാന്നിധ്യത്തിൽ ബാലാ സാന്നിധ്യം അല്ലെങ്കിൽ ബാലാപരമേശ്വരിയുടെ ഒരു സാന്നിധ്യം 3 നേരവും അത് വലിയ പൂജയായിട്ടാണ് പൂജിക്കുന്നത്. അത്രത്തോളം അനുഗ്രഹം ഭഗവതിയുടെ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഭക്തർക്കും ദേശത്തിനും ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇല്ല, വിദ്യക്കുള്ള ഏറ്റവും ഒരു ദേവതയായിട്ടാണ് നമ്മൾ ബാലാപരമേശ്വരിയെ കാണുന്നത്. ഒരു കയ്യിൽ പുസ്തകവും അക്ഷമാലയും ആണ്. പിന്നെ അഭയവും വരതുമാണ് ദേവിയുടെ രൂപം. അപ്പോൾ അതെല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നൊരു ഭാവമാണ് ദേവി ബാലാപരമേശ്വരി. അപ്പോൾ അതേതായാലും അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയതൊരു അതാണല്ലോ ആവശ്യമുള്ളത്. വിദ്യയാണല്ലോ എല്ലാവർക്കും വേണ്ടത്, അറിവല്ലേ എല്ലാം വേണ്ടത്. അറിവുണ്ടേ എല്ലാമായി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് നിളയുടെ തീരത്ത് ഇങ്ങനൊരു പൂജ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കാരണം ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങളും ഒരു പുണ്യവുമായിട്ട് പൂർവ്വജന്മ സുഹൃതമെന്നോ പുണ്യം എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ടാണ് സുമേഷ്, എൻ്റെ ഗുരുനാഥൻ സുധൻ മാഷ്. അതേപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ നടന്നിരിക്കുന്ന പൂജയുടെ വിശേഷമായിട്ടൊന്ന് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാണ് ശരിക്കും ബ്രഹ്മാണ്ഡ രൂപമാണ് ശിവപാർവതി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ മഹാഗണപതി. ഇന്ന് രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ശിവപൂജ, പാർവതി പൂജ, അതേപോലെ തന്നെ ബാലാ ത്രിപുരസുന്ദരിയായിട്ടുള്ള പൂജകൾ, വിശേഷമായിട്ട് സുബ്രഹ്മണ്യ പൂജകൾ. ഇതൊരു മനുഷ്യനെ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ നാടിനും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കും അതോടൊപ്പം ഈ ലോകത്തിന് തന്നെ ആകമാനം വേണ്ട എല്ലാ ഐശ്വര്യത്തിനും ഈ പൂജ കാരണമാകും. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ജന്മസുഹൃതമായി കാണുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 32ഓളം കുംഭങ്ങൾ വെച്ചിട്ടുള്ള ഒരു പൂജ കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറയാമോ?
ദ്രവ്യം, ദ്രവ്യകലശം. ആ ദ്രവ്യകലശത്തിൻ്റെ കൂടുതൽ പ്രാധാന്യം അത് അത്രത്തോളം ഒരുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഒരുപാട് വർഷം അത് ചെയ്യുന്നതിൽ കൂടെ നിന്നിട്ടുള്ളൊരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ശാന്തി അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് തരും. എന്തൊക്കെയാണ് ഈ ദ്രവ്യകലശ പൂജയുടെ പ്രത്യേകതകൾ? നമ്മൾ വിശേഷാൽ ആചരണത്തിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നൊരു പദ്ധതിയാണത്. അത് ഞങ്ങൾ ഗുരുക്കന്മാരായിട്ട് ആചരിച്ച് വരുന്ന ആ ക്രിയയിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ദ്രവ്യങ്ങൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ഭൂമിയിൽ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നിളയുടെ തീരത്ത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഷഷ്ടി ദിനത്തിൽ ആചരിക്കുന്നു എന്ന് കൂടി ഒരു പൂജാ പദ്ധതി പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കൂട്ടുകളോടും കൂടിയിട്ട് അവിശേഷാൽ ദ്രവ്യം ഉപയോഗിക്കുകയും അതിൻ്റേതായിട്ടുള്ള സമത്തുക്കളെല്ലാം നമ്മളുടെ ദൈവാധീനം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾക്കത് കിട്ടാൻ സാധിക്കുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.